നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പശ്ചാത്തല വികസന മേഖലയിൽ കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായെന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന റോഡിന്റെ ഉദ്ഘാടനവും കുന്നംകുളം മണ്ഡലത്തിലെ വിവിധ പൊതുമരാമത്ത് റോഡുകളുടെ ഉദ്ഘാടനവും മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. വടക്കേക്കാട് കപ്പിളിയങ്ങാട് ഭഗവതി ക്ഷേത്രം ഏറ്റെടുക്കാനെത്തിയ മലബാർ ദേവസ്വം ബോർഡ് അധികൃതരെ ഭക്തർ തടഞ്ഞു. മാർച്ച് 11 സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിനുശേഷമേ തുടർ നടപടി പാടുള്ളൂ എന്ന ക്ഷേത്രം കമ്മിറ്റിയുടെ അഭ്യർത്ഥന മാനിച്ച് അധികൃതർ മടങ്ങി. ഗുരുവായൂർ ക്ഷേത്രോത്സവം കണ്ണന് നാളെ. രുദ്രതീർത്ഥക്കരയിൽ ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. മാലിന്യ സംസ്കരണ സമഗ്ര പഠനത്തിനായി കുന്നംകുളം കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ സജ്ജമാക്കിയ ഗ്രീൻ ടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനം മാർച്ച് 2 ശനിയാഴ്ച രാവിലെ 10:30 തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് അധികൃതരുടെ നിസ്സംഗതയുടെ സാക്ഷ്യപത്രമായി കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം. നിർമ്മാണം നിലച്ച് 1 പതിറ്റാണ്ട് പിന്നിട്ടുവെങ്കിലും പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ ഭരണാധികാരികൾ മുഖം തിരിക്കുന്നുവെന്ന ആക്ഷേപം. CCTV സ്പെഷ്യൽ സ്റ്റോറി. പശ്ചാത്തല വികസന മേഖലയിൽ കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. BMMBC റോഡിന്റെ പ്രത്യേകത 5-8 വർഷത്തേക്ക് ഒരു കുഴപ്പമില്ല. 5 വർഷം കൊണ്ട് 50% റോഡുകൾ 15,000 കിലോമീറ്റർ റോഡുകൾ BMMBC ആക്കണമെന്നുള്ള ലക്ഷ്യം 3 വർഷം പൂർത്തീകരിക്കുമ്പോൾ തന്നെ സാധ്യമായി എന്നുള്ള സന്തോഷവരെ നിങ്ങൾ അറിയിക്കുകയാണ്. കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന്റെ കാലമാണ് കടന്നുപോയത്. ആധുനിക നിലവാരത്തിൽ റോഡ്, പാലങ്ങൾ ഗതാഗത മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA ഫൗസിയ, സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ധർമ്മൻ, ജയകുമാർ പൂളയ്ക്കൽ, പഞ്ചായത്ത് അംഗം TK അഷ്റഫ്, PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2021-22 സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച 4.5 കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത്. വർഷങ്ങളായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായത്. AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായാണ് ഫണ്ട് ലഭ്യമായത്. കടവല്ലൂർ പഞ്ചായത്തിലെ പെരുമ്പിലാവ് മുതൽ തൃശൂർ ജില്ലാതിർത്തിയായ തണത്തറ പാലം വരെ 3.372 കിലോമീറ്റർ നീളത്തിലാണ് റോഡ് ആധുനിക രീതിയിൽ BMBC നിലവാരത്തിൽ നിർമ്മിച്ചത്. ദിനംപ്രതി ആയിരക്കണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കൂറ്റനാട് തുടങ്ങിയ പാലക്കാട് ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളിലേക്കും നിലമ്പൂർ, പെരിന്തൽമണ്ണ, മലപ്പുറം എന്നിവിടങ്ങളിലേക്കും ഈ റോഡ് വഴിയാണ് തൃശൂർ, കുന്നംകുളം, ഗുരുവായൂർ ഭാഗത്തുനിന്നും ബസ് സർവീസുകളുള്ളത്. കേരളത്തിലെ ജനങ്ങളെയാകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ഒരുമിച്ച് ചേർക്കാൻ കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയുന്ന വാക്ക് മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴുണ്ടായ പ്രതിസന്ധിയെയും അതിജീവിച്ച് മലയാളികൾക്ക് മുന്നോട്ട് പോകാനാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേറെയും ഒരുപാട് വർക്കുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ പട്ടാമ്പി റോഡിൻ്റെ പണി ആരംഭിക്കാൻ പോവുകയാണ് നമ്മൾ. അതിൻ്റെ ടെൻഡർ നടപടിയായി ടെൻഡർ കോട്ട് ചെയ്തിട്ടുണ്ട് 2 പേര്. CCTV ന്യൂസ് പെരുമ്പിലാവ്. പെരുമ്പിലാവ് നിലമ്പൂർ റോഡിനെയും തൃശൂർ കുറ്റിപ്പുറം റോഡിനെയും ബന്ധിപ്പിക്കുന്ന പഴയ മാർക്കറ്റ് റോഡ്, ലിങ്ക് റോഡ് BMBC നിലവാരത്തിൽ ആധുനികവൽക്കരിക്കാൻ 24.4 ലക്ഷം രൂപയുടെ ഭരണാനുമതിയായി. ലിങ്ക് റോഡ് കൂടി പൂർത്തിയാകുന്നതോടെ പെരുമ്പിലാവിന്റെ ഗതാഗത സൗകര്യങ്ങളിൽ വലിയ മാറ്റമാണ് ഉണ്ടാവുക. പെരുമ്പിലാവ് സെന്ററിലെ നിർണായകമായ ഒരു ബൈപ്പാസ് കൂടിയാണ് നിർദ്ദിഷ്ട ലിങ്ക് റോഡ്. ആധുനീകരിച്ച പെരുമ്പിലാവ് നിലമ്പൂർ റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചിരുന്നു. AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായിട്ടാണ് അവശേഷിച്ച 300 മീറ്ററോളം നീളമുള്ള ലിങ്ക് റോഡിന്റെ നവീകരണത്തിനായി പുതിയ തുക അനുവദിച്ച് ഉത്തരവായത്. ആധുനിക നിലവാരത്തിൽ ഉയർന്ന കുന്നംകുളം മണ്ഡലത്തിലെ റോഡുകൾ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. ഈ 7 റോഡുകളെല്ലാം BMBC നിലവാരത്തിലാണ്. 7 റീച്ചുകൾ 4 റോഡുകളിലായി കോൺട്രാക്ടർ ഉത്തരവാദിത്തത്തിൽ തന്നെ നിർവഹിക്കാൻ കഴിയുന്ന വ്യവസ്ഥകളോട് കൂടിയ റോഡുകളാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ റോഡുകളൊക്കെ നമുക്ക് യാത്രയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും കുന്നംകുളത്ത് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 38 കോടി രൂപയുടെ വർക്കാണ്. അതിന് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
നമുക്ക് ഈ മാസം തന്നെ അതിൻ്റെ പണി ആരംഭിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പട്ടാമ്പി റോഡ് ഉൾപ്പെടെ. കേരളത്തെ പശ്ചാത്തല വികസനത്തിന്റെ ഹബ്ബാക്കി മാറ്റുക എന്ന സർക്കാരിന്റെ ലക്ഷ്യം ഫലപ്രദമായി നടന്നുവരികയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. 5 വർഷം കൊണ്ട് കേരളത്തിലെ 50% വരുന്ന 15,000 കിലോമീറ്റർ റോഡുകൾ BM&BC നിലവാരത്തിൽ ഉയർത്തണമെന്ന സർക്കാരിന്റെ ലക്ഷ്യം 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, PK ഷബീർ, ചൊവ്വന്നൂർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ്, നഗരസഭാംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 18.9 കോടി രൂപയുടെ റോഡ് നിർമ്മാണ നവീകരണ പ്രവർത്തികളാണ് പൂർത്തീകരിച്ചത്. കുന്നംകുളം മണ്ഡലത്തിലെ നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട വെട്ടിക്കടവ് റോഡ്, ചാവക്കാട് വടക്കാഞ്ചേരി റോഡ്, ചെറുവത്താനി റോഡ്, അഞ്ഞൂർ റോഡ് എന്നീ പൊതുമരാമത്ത് റോഡുകളാണ് ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. 17.145 കിലോമീറ്റർ റോഡുകളുടെ നവീകരണം പൂർത്തീകരിച്ചതോടെ വാഹനഗതാഗതം സുഗമമാക്കാനും ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനും കഴിഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളം നഗരസഭ PMAY ലൈഫ് ഗുണഭോക്തൃ സംഗമം നടന്നു. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സംഗമം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. വിവിധ DPRകളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ നഗരസഭാതല സംഗമമാണ് നടത്തിയത്. ഭവന നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതും വിവിധ നിർമ്മാണ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്നതും ഇതുവരെ നിർമ്മാണം ആരംഭിക്കാത്തതുമായ ഗുണഭോക്താക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സംഗമം നടത്തിയത്. ചടങ്ങിൽ ഗുണഭോക്താക്കൾ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും ഒരുക്കിയിരുന്നു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ്, വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷബീർ, കൗൺസിലറും കക്ഷി നേതാവുമായ AS സുജീഷ്, നഗരസഭാ സെക്രട്ടറി KP വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് കപ്പിളിയങ്ങാട് ഭഗവതി ക്ഷേത്രം ഏറ്റെടുക്കാനെത്തിയ മലബാർ ദേവസ്വം ബോർഡ് അധികൃതരെ ഭക്തർ തടഞ്ഞു. മാർച്ച് 11 സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിനുശേഷമേ തുടർ നടപടികൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന ക്ഷേത്ര കമ്മിറ്റിയുടെ അഭ്യർത്ഥനയെ മാനിച്ചാണ് അധികൃതർ മടങ്ങിയത്. പുലർച്ചെ 5 മണി മുതൽ കനത്ത സംഘർഷാവസ്ഥയിലായിരുന്നു ക്ഷേത്രവും പരിസരവും. കനത്ത പോലീസ് വലയത്തിലാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിൽ എത്തിയത്. സംഭവ സമയം സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് ഭക്തർ നാമജപവുമായി ഗേറ്റിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. ഉദ്യോഗസ്ഥരും പോലീസും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന മാർച്ച് 11 വരെ സമയം അനുവദിക്കാമെന്ന ധാരണയിൽ എത്തിയത്. ഗുരുവായൂർ ACP സുന്ദരൻ, വടക്കേകാട് SHO R ബിനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പുലർച്ചെ 4:45 ക്ഷേത്രം വളഞ്ഞിരുന്നു. ക്ഷേത്രത്തിന് 2 കിലോമീറ്റർ അകലെ മുക്കിലിപ്പീടിക മുതൽ കൊച്ചന്നൂർ സെന്റർ വരെ പോലീസ് നിരീക്ഷണത്തിൽ ആയിരുന്നു. അഗ്നിരക്ഷാസേനയും ജലപീരങ്കിയും ക്ഷേത്ര പരിസരത്ത് എത്തിയിരുന്നു. 1993 മലബാർ ദേവസ്വം ബോർഡ് ലിസ്റ്റ് ചെയ്ത ക്ഷേത്രമാണ് കപ്പിളിയങ്ങാട് ഭഗവതി ക്ഷേത്രമെന്ന് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിൻ R ചന്ദ്രൻ പറഞ്ഞു. ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഭക്തജനങ്ങളിൽ നിന്ന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മലബാർ ദേവസ്വം ബോർഡ് അന്വേഷിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസറെ 2022 ഡിസംബർ മാസം 13-ാം തീയതി നിയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തജനങ്ങളുടെ ഇടയിൽ നിന്ന് പരാതി പോവുകയും ചാവക്കാട് മുനിസിപ്പൽ കോടതിയിൽ പരാതി കൊടുത്തു. അതിൽ ട്രസ്റ്റിക്കാണ് അധികാരങ്ങളെന്ന് പറഞ്ഞു. ട്രസ്റ്റിക്ക് അധികാരങ്ങളില്ല, ട്രസ്റ്റി ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇടപെട്ടാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് നിലവിൽ തുടരുകയാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ചാർജ് എടുക്കുന്നതിന് തടസ്സമില്ല എന്ന് ചാവക്കാട് മുനിസിപ്പൽ കോടതി പറഞ്ഞിട്ടുണ്ട്. ഭക്തരിൽ നിന്നും ലഭിച്ച പരാതിയെ തുടർന്ന് ദേവസ്വം ബോർഡ് അന്വേഷണം നടത്തി 2022 ഡിസംബറിൽ എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ചിരുന്നു. ട്രസ്റ്റിക്കാണ് ക്ഷേത്രമധികാരമെന്ന വാദവുമായി കമ്മിറ്റി മുൻസിഫ് കോടതിയെ സമീപിച്ചെങ്കിലും ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ട്രസ്റ്റിക്ക് അധികാരമുള്ളൂ എന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ ചുമതലയേൽക്കുന്നതിൽ തടസ്സമില്ലെന്നും കോടതി ഉത്തരവായിരുന്നു. ഈ കേസ് കോടതിയിൽ തുടരുന്നുണ്ട്. ഇതിനെതിരെ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ കമ്മിറ്റിക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതിയും ഉത്തരവിട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റെടുക്കാനെത്തിയതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. ദൈനംദിന കാര്യങ്ങൾ ഇടപെടേണ്ടതില്ല, കമ്മിറ്റിക്ക് അത്തരത്തിലുള്ള ഒരു അധികാരങ്ങളുമില്ല. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ലിസ്റ്റഡ് ടെമ്പിളായ കപ്പിളിയങ്ങാട് ഭഗവതി ക്ഷേത്രം എത്രയും വേഗത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്നും ആ ഏറ്റെടുക്കുന്നതിന് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ, ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ,
വടക്കേക്കാട് SHO എന്നിവർ സംരക്ഷണം കൊടുക്കണമെന്നുമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേസിൻ്റെ നമ്പർ 32-770/2023. ജഡ്ജ്മെൻറ്റ് ഡേറ്റ് January 9, 2024. ഇത്തരത്തിലാണ് മലബാർ ദേവസ്വം ബോർഡ് ഇന്ന് ഇവിടെ നമ്പർ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അവിടെ സുപ്രീം കോടതിയിൽ അവർ കേസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നതോടുകൂടി അവർ എന്താണോ കോടതി പറയുന്നത് അതിനനുസരിച്ച് അവർ സഹകരിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത്. അതേസമയം കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ ക്ഷേത്രം ഏറ്റെടുക്കാൻ നേരം പുലരും മുമ്പ് എത്തിയത് CPM നടത്തിയ രാഷ്ട്രീയ നീക്കമാണെന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പ്രമോദ് കിളിയമ്പറമ്പിൽ ആരോപിച്ചു. ഈ കോടതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നികുതി അടച്ച പേപ്പറൊക്കെ വെച്ചിട്ട് കോടതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊരു ഓർഡറൊക്കെ എടുത്തതിൻ്റെ പേരിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു നെഗറ്റീവായിട്ട് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെതിരെയായിട്ട് നമ്മൾ കോടതിയിൽ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കള്ളത്തരത്തിൽ വ്യാജ രീതിയിൽ നികുതി അടച്ച പേപ്പറിനെ കുറിച്ച് നമ്മൾ പഞ്ചായത്തിൽ അന്വേഷിച്ച് വിവരാവകാശം വെച്ചപ്പോൾ അത് കള്ളത്തരത്തിലാണെന്നുള്ളതൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്രയധികം പോലീസായിട്ട് ഇന്ന് ഇങ്ങനെ ഒരു ക്ഷേത്രം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തൊരു വിശദീകരണം കൊടുത്തു. നമ്മൾ ഇത് ചലഞ്ച് ചെയ്യാനായിട്ട് സുപ്രീം കോടതിയിൽ നമ്മൾ പോയിട്ടുണ്ട്. അത് ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച നമ്മുടെ കേസ് ബെഞ്ചിലേക്ക് വരും. അതുവരെ ഒരു സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അത് വെള്ളിയാഴ്ച വരെ നമുക്കൊരു സമയം തന്നിരിക്കുകയാണ്. 11-ാം തീയതി വരെ സമയം തന്നിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് ക്ഷേത്ര സ്വത്തിന് നികുതി അടച്ചതായ വ്യാജരേഖ ചമച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അനുകൂല വിധി നേടിയതെന്നും ഇവർ ആരോപിച്ചു. ഇതിനെതിരെയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് സംഘർഷമുണ്ടാക്കാനായി ദേവസ്വം ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നത്. ക്ഷേത്രം ഏറ്റെടുക്കുന്നതിന് നാട്ടിലെ മുഴുവൻ ഭക്തരും എതിരാണ്. ഏതാനും വ്യക്തികളുടെ രാഷ്ട്രീയ താൽപ്പര്യമാണ് ദേവസ്വം ബോർഡിൻ്റെ നടപടിക്ക് പിന്നിലെന്നും കമ്മിറ്റി പ്രസിഡന്റ് ആരോപിച്ചു. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. കാർഷിക മേഖലയുടെയും വ്യാപാര മേഖലയുടെയും നിലനിൽപ്പിന് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ നോക്കാതെ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ നൽകുന്ന പിന്തുണ വലിയതാണെന്ന് ആലത്തൂർ MP രമ്യ ഹരിദാസ് പറഞ്ഞു. പഴഞ്ഞി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് സാംസൺ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസൻ, കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ, കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ജുബിറ്റി കുര്യാക്കോസ്, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുൻ ബാങ്ക് പ്രസിഡന്റുമാരെ MP ഉപഹാരം നൽകി ആദരിച്ചു. ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. സഹകരണ മേഖലയിൽ, കാർഷിക മേഖലയെയും വ്യാപാരങ്ങളെയും ഒക്കെ കോർത്തിണക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് സഹകരണ സ്ഥാപനം. അത് നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായിരിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഓരോ സഹകരണ സ്ഥാപനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവരിൽ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി പിടിക്കുന്ന. മാലിന്യ സംസ്കരണ സമഗ്ര പഠനത്തിനായി കുന്നംകുളം കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ സജ്ജമാക്കിയ ഗ്രീൻ ടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനം മാർച്ച് 2 ശനിയാഴ്ച നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 10:30 തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഗ്രീൻ ടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു, നഗരസഭാ മാലിന്യ സംസ്കരണ അംബാസിഡർ VK ശ്രീരാമൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ എന്നിവർ മുഖ്യാതിഥികളാകും. കുന്നംകുളം നഗരസഭയുടെ ഗ്രീൻ ടെക്നോളജി സെന്റർ മാർച്ച് 2-ാം തീയതി രാവിലെ 10 മണിക്ക് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് കുന്നംകുളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ MLA ശ്രീ AC മൊയ്തീൻ അവറുകളാണ്. സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ചടങ്ങിൽ തുടർച്ചയായി 11 തവണ 100% യൂസർ ഫീ കളക്ഷൻ നേടിയ നഗരസഭ 5-ാം വാർഡിലെ കൗൺസിലർ PM സുരേഷിനെ ആദരിക്കും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ
സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രിയ സജീഷ്, സജിനി പ്രേമൻ, നഗരസഭാ സെക്രട്ടറി കെ.ബി. വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. വഴിയോര കച്ചവടം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നയൂർക്കുളം മർച്ചന്റ് അസോസിയേഷൻ പഞ്ചായത്തിൽ സമർപ്പിച്ച അപേക്ഷയുടെ നടപടിയെടുക്കാനായി വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് EK നിഷാർ, വടക്കേക്കാട് SI സുധീർ, സെക്രട്ടറി വിനോദ്, AS രശ്മി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ, പുന്നയൂർക്കുളം മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി സച്ചിദാനന്ദൻ, HI റോബിൻസൺ, JHI പ്രദീപ് തുടങ്ങിയ വ്യാപാരി പ്രതിനിധികളും ആരോഗ്യ ജീവനക്കാരും പോലീസ് അധികൃതരും യോഗത്തിൽ സംബന്ധിച്ചു. വഴിയോര കച്ചവടങ്ങൾ സമ്പൂർണ്ണമായി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യാപാരികൾ നിരോധിത പ്ലാസ്റ്റിക് ഇല്ലാത്ത കടകളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന യൂസർ ഫീ നൽകാൻ തയ്യാറല്ലെന്നും വ്യക്തമാക്കി. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളിന്മേൽ അനുഭാവപൂർണമായ നടപടികൾ ഉണ്ടാകാത്ത പക്ഷം ലൈസൻസ് പുതുക്കില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു. വഴിയോര കച്ചവടം നിയന്ത്രിക്കാൻ പോലീസ്, ആരോഗ്യവകുപ്പ് എന്നിവരുടെ സംയുക്ത സേവനങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് യോഗത്തിൽ തീരുമാനമായി. പോർക്കുളം പഞ്ചായത്തിലെ 4-ാം വാർഡ് ഇഞ്ചിക്കുന്ന് കോളനിക്ക് അംബേദ്കർ ഗ്രാമവികസന പദ്ധതി 2023-2024 പ്രകാരം 1 കോടി രൂപ അനുവദിച്ചു. പദ്ധതിയുടെ നിർവഹണത്തിനായി നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുവാനുമായി കോളനി പരിസരത്തുള്ള പോർക്കുളം വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ MLA AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കോളനി നിവാസികളെ കൂടാതെ ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ജിഷ ശശി, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, ബ്ലോക്ക് മെമ്പർ സിന്ധു ബാലൻ, മറ്റ് ജനപ്രതിനിധികൾ, പട്ടികജാതി വികസന ഓഫീസർ ഷാജു, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, പ്രൊമോട്ടർ പ്രസീത തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായി. ഇഞ്ചിക്കുന്ന് കോളനിയുടെ സമഗ്ര വികസനമാണ് പദ്ധതി പൂർത്തിയാവുന്നതോടെ സാധ്യമാവുക. 45-ൽ പരം പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനോടൊപ്പം ഭവന അറ്റകുറ്റപ്പണി, ശുചിത്വ ടോയ്ലറ്റുകളുടെ നിർമ്മാണം തുടങ്ങിയവയും ഈ പദ്ധതിയുടെ ഭാഗമാണ്. സ്ഥലലഭ്യതയ്ക്ക് അനുസരിച്ച് സാംസ്കാരിക നിലയവും കളിസ്ഥലവും ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കാവുന്നതാണ്. കോളനി നിവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാവശ്യമായ ഭൗതിക സാഹചര്യം ഒരുക്കി നൽകുന്നതിനാണ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതി ലക്ഷ്യമിടുന്നത്. യോഗത്തിൽ ഉയർന്നുവന്ന വിവിധ വികസനാവശ്യങ്ങളെ പരിഗണിച്ച് സമഗ്രമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനും പൊതുയിടങ്ങളുടെ നിർമ്മാണത്തിനായി അഭ്യുദയകാംക്ഷികളിൽ നിന്ന് സ്ഥലം സ്വീകരിക്കാനും MLA നിർദ്ദേശിച്ചു. കോളനി നിവാസികളുടെ പ്രതിനിധികൾ കൂടി ചേർന്ന മോണിറ്ററിംഗ് കമ്മിറ്റി പദ്ധതിയുടെ തുടർ നടത്തിപ്പിനായി തെരഞ്ഞെടുത്തു. CCTV ന്യൂസ് പെരുമ്പിലാവ്. തൃശൂർ ചേറ്റുപുഴ പാടത്ത് തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സാമഗ്രികളാണ് കത്തിനശിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5:00 തീപിടുത്തമുണ്ടായത്. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി സമീപ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട പൈപ്പുകളും മറ്റ് സാമഗ്രികളുമാണ് കത്തിനശിച്ചത്. 20 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ. കടവല്ലൂർ പഞ്ചായത്തിന്റെ 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന ക്ഷേമത്തിനായി 100 പേർക്ക് സൗജന്യ കട്ടിൽ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ധർമ്മൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, ICDS ഓഫീസർ സാഹിറ, അംഗൻവാടി അധ്യാപകർ തുടങ്ങിയവരെ ചടങ്ങിൽ പങ്കെടുത്തു. പോക്സോ കേസ് പ്രതിയെ വെറുതെ വിട്ടു. 2022 വടക്കേക്കാട് പോലീസ് ചാർജ് ചെയ്ത പോക്സോ കേസിൽ പ്രതിയായ പുന്നൂർ അകലാട് സ്വദേശി കോൽക്കാരൻ വീട്ടിൽ അമീറിനെയാണ് കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ജഡ്ജി S. ലിഷ വെറുതെ വിട്ടത്. പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് എൽസ യു അംബ്രയിൽ ഹാജരായി. പ്രസിദ്ധമായ ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. തട്ടകം പുരാഘോഷത്തിനായി ഒരുങ്ങി. ആഘോഷ കാഴ്ചകൾ CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. പുലർച്ചെ 2:30 നട തുറക്കും. വിശേഷാൽ പൂജകൾക്ക് തന്ത്രി തരനനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 2:30 5 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ദേവസ്വം പൂരമെഴുന്നള്ളിപ്പ് നടക്കും. ഗജവീരൻ പരിമണം വിഷ്ണു ദേവിയുടെ തിടമ്പേറ്റും. അയിലൂർ അനന്തനാരായണൻ, കടവല്ലൂർ മോഹനന്മാരാർ, കോട്ടകൽ രവി സംഘവും പഞ്ചവാദ്യത്തിലും വെള്ളിത്തുരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിൽ മുലയംപറമ്പത്തുകാവ് വാദ്യകലാസംഘം മേളത്തിലും നാദവിസ്മയം തീർക്കും. ഉച്ചവെയിൽ മങ്ങുന്നതോടെ വിവിധ ദേശകമ്മിറ്റികൾ കാവുകയറും. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ വിവിധ ദേശങ്ങളിൽ നിന്നായി 33ഓളം ആനപ്പൂരങ്ങൾ വൈകിട്ട് മൈതാനത്തെത്തും. 5:30 കേന്ദ്ര പുരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദൈവികഭിമുഖമായി നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 46 ആനകൾ അണിനിരക്കും. തുടർന്ന് 3 ജില്ലകളിൽ നിന്നുള്ള വിവിധ ആഘോഷ കമ്മിറ്റികളുടെ
തിറ, കാളവരവ്, തെയ്യം, ശിങ്കാരിമേളം, കരിങ്കാളി, കാവടി തുടങ്ങിയ ഉത്സവ കാഴ്ചകൾ ക്ഷേത്രത്തിലെത്തും. ബുധനാഴ്ച രാത്രി ജനകീയ കമ്മിറ്റിയുടെ കലാവിരുന്ന് നടന്നു. വ്യാഴാഴ്ച കാർഷിക സമൃദ്ധിയുടെ പെരുമ വിളിച്ചോതി വൈകിട്ട് 5 മുതൽ മൈതാനത്ത് മലബാറിലെ ഏറ്റവും വലിയ ഏകദിന പൂരവാണിഭത്തിന് തുടക്കമായി. ബേപ്പൂർ മുതൽ കൊച്ചി വരെ നീണ്ടുകിടക്കുന്ന കടൽ തൊഴിലാളികളുടെയും ഇടത്തരം മത്സ്യക്കച്ചവടക്കാരുടെയും നാടനുൽപ്പന്നങ്ങളുടെ വിപണന സംഗമവേദി പതിരുവാണിഭത്തിന് കുടുംബമായി ജനങ്ങൾ ഒഴുകിയെത്തി. ഉപ്പു മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങളും വലിയ മത്സ്യങ്ങളും കച്ചവടത്തിനായി എത്തി. തട്ടകങ്ങളിൽ വ്യാഴാഴ്ച വിവിധ ദേശകമ്മിറ്റികളുടെ ആനച്ചമയ പ്രദർശനങ്ങളും ഉണ്ടായി. പൂരപ്രദർശന എക്സിബിഷനും മൈതാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ചാലിശ്ശേരി പൂരം CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബ് വഴിയും വെള്ളിയാഴ്ച 3 മണി മുതൽ തത്സമയം സംപ്രേഷണം ചെയ്യും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കോൾപ്പാടങ്ങളിൽ വെള്ളം കുറഞ്ഞതോടെ തിരുത്തിക്കാട് ബണ്ടിൽ ശേഖരിച്ച വെള്ളം തുറന്നുവിട്ടു തുടങ്ങി. പോർക്കുളം വെട്ടിക്കടവ് മുതൽ പെങ്ങാമുക്ക് വരെയുള്ള കോൾപ്പടവുകൾക്ക് ഇതോടെ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കും. കഴിഞ്ഞ ജനുവരിയിലാണ് തിരുത്തിക്കാട് ബണ്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് നിറച്ചത്. 100 കണക്കിന് ഏക്കർ പാടത്ത് 3 മീറ്ററോളം ഉയരത്തിൽ വെള്ളം ശേഖരിച്ചു. ബണ്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ ശുദ്ധജല ക്ഷാമത്തിനും പരിഹാരമായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഴഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ IP ബ്ലോക്കിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണ് ഇവിടെ എന്നുള്ളതുകൊണ്ട് ആ ഗവൺമെന്റിനെ അതിന്റെ വികസന പ്രവർത്തനങ്ങളെ തടയാൻ ഏറ്റവും നല്ല മാർഗം സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം തരാതിരിക്കുക എന്നുള്ളതാണെന്ന് ചിലർ ആലോചിക്കുകയാണ് കേന്ദ്ര ഭരണാധികാരികൾ. അതിന്റെ ഭാഗമായിട്ട് ചെറിയ സാമ്പത്തിക പ്രയാസം നമുക്കുണ്ട്. ആ പ്രയാസം പരിഹരിക്കാൻ യൂണിയൻ ഗവൺമെൻറ്റുമായി നമ്മൾ ചർച്ച നടത്തി. നിരവധി വട്ടം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പോയി സംസാരിച്ചു. കഴിഞ്ഞ വർഷം ഈ വർഷം കിട്ടേണ്ട 57,000 കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്തിന് നിഷേധിച്ചിട്ടുള്ളത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ മുഖ്യാതിഥിയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ TP ശ്രീദേവി മുഖ്യപ്രഭാഷണം നടത്തി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാരി ശിവൻ, ലളിത ഗോപി, NK ഹരിദാസൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ബിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. AC മൊയ്തീൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 95 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ IP ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 6000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലയിലായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. താഴത്തെ നിലയിൽ വെയിറ്റിംഗ് ഏരിയ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വാർഡുകൾ, ടോയ്ലറ്റ് ബ്ലോക്കുകളും 1-ാം നിലയിൽ ഡ്യൂട്ടി റൂം, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നീ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ OP, IP, ലാബ്, ഫാർമസി, ഫിസിയോതെറാപ്പി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നീ ഉപമേഖലകളിലായി രോഗി കേന്ദ്രീകൃത ഉപപരിചരണവും തുല്യ പ്രാധാന്യത്തോടെ പൊതുജനാരോഗ്യ സേവനങ്ങളും നൽകി വരുന്നുണ്ട്. രാവിലത്തെയും വൈകുന്നേരത്തെയും OPകളിലായി 500-ൽ പരം രോഗികൾക്കും രാത്രികാല OPയിൽ 70-ൽ പരം രോഗികൾക്കും സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വടക്കേക്കാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് CPIയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് സർവീസ് സഹകരണ ബാങ്കിലെ 100 കണക്കിന് നിക്ഷേപകർ ആശങ്കയിലായ സാഹചര്യത്തിൽ ബാങ്കിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന അവസരത്തിൽ പൊതുജനത്തിന് നിജസ്ഥിതി അറിയുവാൻ ധവളപത്രം പുറത്തിറക്കണമെന്ന് മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. T ഭാസ്കരൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ ഹനീഫ കൊച്ചന്നൂർ സംസാരിച്ചു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മനോജ് സ്വാഗതവും സുധി അമരായിൽ നന്ദിയും പറഞ്ഞു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പാറക്കുഴി പടവിൽ ജലക്ഷാമ രൂക്ഷം. വേനൽ കനത്തതോടെ തോടുകൾ വറ്റിയതോടെ പാറക്കുഴി കോൾപ്പടവിൽ പുഞ്ചകൃഷിക്ക് വെള്ളം കിട്ടാതെ കർഷകർ വലയുകയാണ്. വൈകി കൃഷിയിറക്കിയ ഈ പടവിൽ നെല്ലിന് 80 ദിവസമാകുന്നതേയുള്ളൂ. 1 മാസം കൂടി കൃത്യമായി വെള്ളം ലഭിച്ചാൽ മാത്രമേ മികച്ച വിളവ് ലഭിക്കുകയുള്ളൂവെന്ന് കർഷകർ പറഞ്ഞു. തിരുത്തിക്കാട് ബണ്ടിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടപ്പോൾ ലഭിച്ച വെള്ളം മാത്രമാണ് ഇപ്പോൾ ഏക ആശ്വാസം. എന്നാൽ ഈ വെള്ളം കൊണ്ട് മാത്രം കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കില്ലെന്ന് കർഷകർ പറയുന്നു. 100 അടി തോടിന്റെ ആഴം കുറഞ്ഞതുമൂലം തോട്ടിൽ കൂടുതൽ വെള്ളം ശേഖരിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ജലക്ഷാമം രൂക്ഷമാകാൻ കാരണമെന്നും കർഷകർ വ്യക്തമാക്കി. കൃഷിക്ക് ആവശ്യത്തിന് ജലം ലഭ്യമാക്കാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. വളരെ കുറഞ്ഞ ഇതിൽ അത് ഇറങ്ങി കഴിഞ്ഞാൽ തിട്ടായിട്ട് കിടക്കുന്നു. ഇപ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി ഇവിടെ കുറവാണ്. അപ്പം അതിന് വളരെ അടിയന്തരമായിട്ടുള്ള പരിഹാരം പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ പല ഭാഗങ്ങളിലും ബണ്ട്
താഴ്ന്നിട്ട് നമുക്ക് സമയത്തിന് കൃഷി ഇറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. പുതിയ മാത്തൂർ ശ്രീ കോഴിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി വെള്ളിയാഴ്ച ആഘോഷിക്കും. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നവകം, പഞ്ചഗവ്യം, കളഭാഭിഷേകം തുടങ്ങി വിശേഷാൽ പൂജകൾക്ക് ശേഷം നടക്കൽപ്പറ ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ചെറുമുക്ക് ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും പ്രശസ്ത കലാകാരന്മാരുടെ പഞ്ചവാദ്യത്തോടുകൂടി ഗജവീരന്റെ അകമ്പടിയോടെ എഴുന്നള്ളിക്കുന്ന പൂരം ക്ഷേത്രസന്നിധിയിൽ എത്തും. തുടർന്ന് പ്രാദേശിക പൂരങ്ങളുടെ വരവും പ്രശസ്ത മേളവിദ്വാൻ വെള്ളിത്തുരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള മേളത്തോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പും വിവിധ കലാരൂപങ്ങളുടെ വരവും ഉണ്ടാകും. സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ നിറമാല, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക തുടങ്ങിയവ ഉണ്ടായിരിക്കും. പകൽപൂരത്തിന്റെ അതേ ചടങ്ങുകളോടുകൂടി രാത്രിപൂരം 1:30 താലങ്ങളുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിച്ച് ക്ഷേത്രസന്നിധിയിൽ എത്തും. തുടർന്ന് വിവിധ ദേശപൂരങ്ങളെത്തി 6:30 മുതൽ മേളത്തോടുകൂടി കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. പൂരത്തലേന്ന് വ്യാഴാഴ്ച പുതിയ മാത്തൂർ ഓംകാരം കലാസമിതിയുടെ നേതൃത്വത്തിൽ സർഗസന്ധ്യയും രാത്രി 7 മുതൽ 8 വരെ വിവിധ വിഭാഗങ്ങളുടെ ശിങ്കാരിമേളവും കലാരൂപങ്ങളുടെ വരവും ഉണ്ടാകും. രാത്രി 8 മുതൽ 10 വരെ സ്റ്റേജ് ഷോ, മ്യൂസിക് നൈറ്റ് എന്നിവ ആഘോഷത്തിന് മാറ്റേകും. ക്ഷേത്രഭരണസമിതി അംഗങ്ങൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. CCTV ന്യൂസ്, വേലൂർ. ഗുരുവായൂർ നഗരസഭയിൽ ക്ഷീരസാഗര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കറവ പശുക്കൾക്ക് തീറ്റ, മരുന്ന് എന്നിവയടക്കം മൃഗസംരക്ഷണ മേഖലയിലെ വിവിധ പദ്ധതികളാണ് ക്ഷീരസാഗരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൃഗാശുപത്രി ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, ഡോക്ടർമാരായ K. വിവേക്, അമൃത, സൂസൻ ജേക്കബ്, അഷ്റഫ് അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞ് ജനപഥത്തിലേക്ക് ഇറങ്ങിയ കണ്ണനെ കണ്ട് ആയിരങ്ങൾ ആത്മനിർവൃതി അടഞ്ഞു. രാജകീയ പ്രൗഢിയോടെ എഴുന്നള്ളിയ അമ്പാടി കണ്ണനെ 100 കണക്കിന് നിറപറകളും നിലവിളക്കുകളും അലങ്കാരങ്ങളും ഒരുക്കി ഭക്തർ വരവേൽപ്പ് നൽകി. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു മരതകവർണ്ണൻ 5 ആനകളുടെ അകമ്പടിയിൽ പുറത്തേക്ക് എഴുന്നള്ളിയത്. സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊടിമരച്ചുവട്ടിൽ ദീപാരാധന നിർവഹിച്ച ശേഷമായിരുന്നു പുറത്തേക്ക് എഴുന്നള്ളുത്ത്. വർഷത്തിൽ പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിൽ മാത്രമാണ് ശ്രീകോവിലിന് പുറത്ത് ദീപാരാധന നടക്കുന്നത്. മേൽശാന്തിക്കു പകരം ശാന്തിയേറ്റ കീഴ്ശാന്തി മേലേടം പത്മനാഭൻ നമ്പൂതിരിയാണ് ദീപാരാധന നിർവഹിച്ചത്. പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിൽ മാത്രമാണ് മേൽശാന്തിക്ക് പകരം കീഴ്ശാന്തിമാർക്ക് ദീപാരാധന നിർവഹിക്കാൻ അവകാശമുള്ളത്. തുടർന്ന് സ്വർണ്ണക്കോലം ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. ദേവസ്വത്തിലെ ലക്ഷണമൊത്ത കൊമ്പൻ ഇന്ദ്രസൻ ശിരസ് നമിച്ച് സ്വർണ്ണക്കോലമേറ്റി. ഈ സമയം ക്ഷേത്രത്തിന് പുറത്ത് തൊഴുകൈകളോടെ തടിച്ചുകൂടിയിരുന്ന ഭക്തസഹസ്രം നാരായണ നാമധ്വനികളാൽ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാക്കി. ലക്ഷണമൊത്ത കൊമ്പന്മാരായ വലിയ വിഷ്ണു, ചെന്താമരാക്ഷൻ, ദാമോദർദാസ്, കൃഷ്ണനാരായണൻ എന്നീ ആനകൾ ഇടംവലം അണിനിരുന്ന് എഴുന്നള്ളിപ്പിന് പ്രൗഢിയേകി. കൃഷ്ണനാട്ടം കലാകാരന്മാർ ആയോധനാവേഷം ധരിച്ച് വാളും പരിചയുമായി ചുവടുവെച്ചതോടെ പഞ്ചാരിമേളത്തിന് കോലമർന്നു. 100 കണക്കിന് വാദ്യകലാകാരന്മാർ അണിനിരുന്ന മേളത്തിന് മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ അമരക്കാരനായി. വിസ്തരിച്ച പാണ്ടിമേളത്തിന് മുന്നിൽ കൊടിക്കൂറകൾ, തഴകൾ, സൂര്യമറകൾ, ഭജനസംഘം എന്നിവയും ഒപ്പം അണിനിരന്നു. എഴുന്നള്ളിപ്പിന് മുന്നിൽ ഓദിക്കൻ ഗ്രാമബലിയർപ്പിച്ച് നടന്നു. വെള്ളിവിളക്കുകളുമായി കഴകക്കാർ വഴിയൊരുക്കി. എഴുന്നള്ളിപ്പ് കുളപ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രത്തിനകത്തേക്ക് മടങ്ങിയതോടെ ഭഗവാന്റെ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയായി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C. മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരും ഭക്തരും നിറപറയും നിലവിളക്കുമൊരുക്കി എഴുന്നള്ളിപ്പിനെ സ്വീകരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. കണ്ണന് നാളെ രുദ്രതീർത്ഥക്കരയിൽ ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. പള്ളിവേട്ടയ്ക്ക് ശേഷം ക്ഷീണിതനായി പള്ളിയുറങ്ങുന്ന ഭഗവാനെ പള്ളിക്കുറുപ്പുണർത്തലാണ് ആറാട്ട് ദിവസത്തെ ആദ്യ ചടങ്ങ്. തുടർന്ന് വൈകുന്നേരം 4:30 മുലവിഗ്രഹത്തിലുള്ള ചൈതന്യം പഞ്ചലോഹത്തിടമ്പിലേക്ക് ആവാഹിച്ച്
പുറത്തേക്കെഴുന്നള്ളിച്ച് പഴുക്കാമണ്ഡപത്തിൽ കൊടിമരത്തിന് സമീപം കീഴ്ശാന്തി ദീപാരാധന നടത്തും. തുടർന്ന് ഭഗവാൻ ആറാട്ടിനായി പുറത്തേക്ക് എഴുന്നള്ളും. ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ പഞ്ചവാദ്യം അകമ്പടിയാകും. എഴുന്നള്ളിപ്പ് രുദ്രതീർത്ഥക്കുളത്തിന്റെ വടക്ക് ഭാഗത്തെത്തിയാൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും. മേളത്തോടെയുള്ള എഴുന്നള്ളിപ്പ് ഭഗവതി ക്ഷേത്രത്തിലൂടെ ആറാട്ട് കടവിലെത്തും. ക്ഷേത്രം തന്ത്രിയും ഓദിക്കന്മാരും ചേർന്ന് ഗംഗ, യമുന, സരസ്വതി തുടങ്ങി എല്ലാ പുണ്യതീർത്ഥങ്ങളെയും രുദ്രതീർത്ഥക്കുളത്തിലേക്ക് ആവാഹിച്ച് പുണ്യാഹം നടത്തും. തുടർന്ന് തിടമ്പിൽ ഇളനീർ കൊണ്ടും മഞ്ഞൾപ്പൊടി കൊണ്ടും അഭിഷേകം നടത്തും. ഭക്തർ വഴിപാടായി എത്തിക്കുന്ന ഇളനീരും അവകാശിയായ കിട്ടയുടെ കുടുംബം എത്തിക്കുന്ന ഇളനീരുമാണ് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. അഭിഷേകത്തിനുള്ള മഞ്ഞൾപ്പൊടി ക്ഷേത്രത്തിൽ തന്നെ ഇടിച്ചു തയ്യാറാക്കും. തന്ത്രി നമ്പൂതിരിപ്പാട് പാപനാശിനി സൂക്തം ജപിച്ച് ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പ് മാറോട് ചേർത്ത് രുദ്രതീർത്ഥക്കുളത്തിലിറങ്ങി 3 വട്ടം മുങ്ങിക്കയറുന്നതോടെ ആറാട്ട് ചടങ്ങ് പൂർത്തിയാകും. തുടർന്ന് ഓദിക്കന്മാർ, കീഴ്ശാന്തിമാർ തുടങ്ങിയവരും സ്നാനം നടത്തും. ഭഗവാൻ ആറാടിയ തീർത്ഥത്തിൽ ആയിരക്കണക്കിന് ഭക്തർ മുങ്ങിക്കയറും. ഭഗവാൻ ആറാടിയ തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുന്ന ഭക്തന് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. ആറാട്ടിന് ശേഷം ഭഗവതിക്കെട്ടിൽ ഗുരുവായൂരപ്പന് ഉച്ചപൂജ നടത്തും. ആറാട്ട് ദിവസം മാത്രമാണ് ഭഗവാന്റെ ഉച്ചപൂജ ഇത്രയും വൈകി നടക്കുക. ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവത് തിടമ്പ് ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് പിടിയാനയുടെ പുറത്തു കയറ്റി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് 11 ഓട്ടപ്രദക്ഷിണം നടത്തും. പ്രദക്ഷിണം പൂർത്തിയാക്കി വിശേഷവാദ്യാകമ്പടിയോടെ തിടമ്പ് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. പഞ്ചലോഹത്തിടമ്പിലേക്ക് നേരത്തെ ആവാഹിച്ചിരുന്ന ദേവചൈതന്യത്തെ ഗുരുവായൂരപ്പ വിഗ്രഹത്തിലേക്ക് പകർന്ന ശേഷം തന്ത്രി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കൊടിയിറക്കൽ ചടങ്ങ് നടത്തും. ഇതിനുശേഷം 25 കലശങ്ങളിൽ നിറച്ചിട്ടുള്ള ദ്രവ്യം ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. അത്താഴപൂജയുടെ നിവേദ്യവും പൂജയും കഴിഞ്ഞതിനു ശേഷം ക്ഷേത്രം നടയടക്കുന്നതോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. CCTV ന്യൂസ്, ഗുരുവായൂർ. നിത്യവും സ്വർണ്ണ ശ്രീകോവിലിൽ പള്ളി ഉറങ്ങുന്ന ഗുരുവായൂരപ്പന്റെ ഇന്നത്തെ പള്ളിയുറക്കം ശ്രീകോവിലിന് പുറത്താണ്. ക്ഷേത്ര മുഖമണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കുന്ന വെള്ളിക്കട്ടിലിൽ വിരിച്ച പട്ടുകിടക്കയിലാണ് ഭഗവാൻ പള്ളി ഉറങ്ങുക. വെള്ളിക്കട്ടിലിനു ചുറ്റും മുളയറയിൽ ധാന്യങ്ങൾ മുളപ്പിച്ചത് നിരത്തിവെച്ച് ശയ്യാഗ്രഹമൊരുക്കും. അടിയന്തിരക്കാരായ 10 വാര്യന്മാർ കാവലാളുകളായി ചുറ്റും കിടക്കും. മുളയറയിലെ കാടിന്റെ തണുത്ത കാറ്റിന്റെ ശീൽക്കാരമൊഴിച്ചാൽ ക്ഷേത്രവും പരിസരവും നിശബ്ദതയിലായിരിക്കും. പള്ളിയുറക്കത്തിന് തടസ്സമാകാതിരിക്കാൻ രാത്രി ക്ഷേത്രമണി നാഴികമണി പോലും അടിക്കില്ല. ദിവസവും മണിക്കൂർ ഇടവിട്ടടിക്കുന്ന നാഴികമണി വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് നിശ്ചലമാകുന്നത്. നാളെ പ്രഭാതത്തിൽ പശുക്കിടാവിന്റെ കരച്ചിൽ കേട്ടാണ് ഗുരുവായൂരപ്പൻ പള്ളിയുണരുക. തുടർന്ന് അഭിഷേകം, മലർനിവേദ്യം എന്നിവ അവിടെ വെച്ചു തന്നെ നടക്കും. പൂജകൾക്ക് ശേഷം ഗുരുവായൂരപ്പനെ ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും. പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായ ഗുരുവായൂരപ്പൻ നാളെ വളരെ വൈകി മാത്രമേ പള്ളിയുറക്കമുണരൂ എന്നതിനാൽ രാവിലെ 8 മണിക്ക് ശേഷമേ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ ദർശനത്തിന് അവസരമുണ്ടാവുകയുള്ളൂ. CCTV ന്യൂസ്, ഗുരുവായൂർ. മറ്റു വാർത്തകൾ. കടങ്ങോട് പഞ്ചായത്തിലെ കണലി പാറപ്പുറത്ത് വെടിമരുന്ന് പടക്ക സംഭരണശാല ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധത്തിന് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷറഫ് പന്നിത്തലത്തിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. നേതാക്കളായ സലാം വലിയകത്ത്, ബിജു ആദൂർ, സുനിൽ ചെറുമനങ്ങാട്, TC രാമകൃഷ്ണൻ, ബാബു, ജസീർ ചെറുമനങ്ങാട്, സുരേഷ് വലിയറ, ഇബ്രാഹിം പള്ളിമേപ്പുറം, MS അഷ്റഫ് എന്നിവർ പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ മാർച്ച് 3 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നടത്തുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി വളണ്ടിയർമാർക്കുള്ള പരിശീലനവും ഇന്റർസെക്ടർ കോർഡിനേഷൻ മീറ്റിംഗും സംഘടിപ്പിച്ചു. 5 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ രോഗത്തിനെതിരായ തുള്ളിമരുന്ന് നൽകുന്ന ക്യാമ്പയിൻ പഞ്ചായത്തിൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് തീരുമാനിച്ചു. പഞ്ചായത്തിൽ ഏകദേശം 1405 കുട്ടികൾക്കാണ് വാക്സിൻ കൊടുക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതിനായി മാർച്ച് 3 15 ബൂത്തുകളിലായി വാക്സിൻ വിതരണം സജ്ജീകരിച്ചിട്ടുണ്ട്. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ വളണ്ടിയർമാർ ഗൃഹസന്ദർശനം നടത്തി വാക്സിൻ സ്വീകരിക്കാത്ത കുട്ടികളെ കണ്ടെത്തി അവർക്കുകൂടി വാക്സിൻ വിതരണം നടത്തി ലക്ഷ്യം പൂർത്തീകരിക്കും. ഇതിനായി അങ്കണവാടി ജീവനക്കാർ, ആശാപ്രവർത്തകർ, തെരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാർ ഉൾപ്പെടുന്ന 32 ടീമുകളിലായി 64 വളണ്ടിയർമാർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഗൃഹസന്ദർശനം നടത്തി വാക്സിൻ വിതരണം നടത്തും. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിശീലന പരിപാടിക്ക് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KP ചിന്ത, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് KM ഷെമീന, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് C, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഡെയ്സി ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി.
കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പടയണി സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാലാജി ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം സെന്ററിൽ നടന്ന യോഗത്തിൽ KSKTU ജില്ലാ കമ്മിറ്റി അംഗം ഓമന ബാബു അധ്യക്ഷത വഹിച്ചു. സംഘടന ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും കുന്നംകുളം ഏരിയ സെക്രട്ടറിയുമായ MB പ്രവീൺ, ഏരിയ പ്രസിഡന്റ് MS വിനോദ്, CPM ഏരിയ കമ്മിറ്റി അംഗം CG രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അധികൃതരുടെ നിസ്സംഗതയുടെ സാക്ഷ്യപത്രമായി കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മാണം നിലച്ച് ഒരു പതിറ്റാണ്ട് പിന്നിട്ടുവെങ്കിലും പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ ഭരണാധികാരികൾ മുഖം തിരിക്കുന്നുവെന്ന് ആക്ഷേപം. ജോസ് മാളിയേക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2010 മുതൽ 2015 വരെയുള്ള കാലയളവിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് മറ്റം ഗ്രൌണ്ടിന് എതിർവശത്തായി പുതിയ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വഴിയോട് ചേർന്ന് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന CN ബാലകൃഷ്ണൻ നിർവഹിക്കുകയും ഭരണകാലയളവിനുള്ളിൽ 3 നിലകളുള്ള കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുകയും തുടർന്ന് ഓഫീസിന്റെ മുൻഭാഗത്തെ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. മുൻഭാഗത്തെ കെട്ടിട നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ ഘട്ടത്തിലാണ് 2015 തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നത്. തുടർന്ന് അധികാരത്തിലെത്തിയ ഭരണസമിതിയും 3.5 വർഷം പിന്നിടുന്ന നിലവിലുള്ള 2020 അധികാരമേറ്റ ഭരണസമിതിയും പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഒരുവിധ നടപടിയും കൈക്കൊണ്ടില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. PA മാധവൻ MLA ആയിരിക്കെ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആദ്യഘട്ടത്തിൽ 25 ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ 25 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ അനുവദിച്ച തുക ഉപയോഗിച്ചാണ് മുൻഭാഗത്തെ കെട്ടിടം പൂർത്തീകരിച്ചത്. എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയ ഭരണസമിതി നിർമ്മാണ പ്രവർത്തനത്തിനുള്ള തുടർ നടപടികൾക്ക് മുൻകൈ എടുക്കാതിരുന്നതോടെയാണ് ഒരു പതിറ്റാണ്ടിനിപ്പുറവും പഞ്ചായത്ത് കെട്ടിടം നോക്കുകുത്തിക്ക് സമാനമായ നിലയിൽ സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്തിലേക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കായി എത്തുന്നവർ പടിക്കെട്ടുകൾ കയറി ഓഫീസിലെത്തി കാര്യങ്ങൾ നടത്തിപ്പോകേണ്ട സാഹചര്യമാണുള്ളതെന്ന് കോൺഗ്രസ് അംഗം അഡ്വക്കേറ്റ് PV നിവാസ് പറഞ്ഞു. പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടം പണിത് ഒരു 90% പണി കഴിച്ചിട്ട് 10 വർഷക്കാലമായി. അതിനിടയിൽ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഇത് കഴിഞ്ഞു, രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെയും കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുവരെ അതിനെ പറ്റിയിട്ട് ഒന്ന് ചിന്തിക്കുകയോ നോക്കുകയോ പുനരുദ്ധിക്കും. ഈ പഞ്ചായത്തിൽ വയസ്സായ പ്രായമായ ആൾക്കാർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. എത്തിപ്പിടിച്ചിട്ട് പലരും താഴ്ത്ത് വന്നിട്ട് കരയാറ പതിവ്. ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ താഴ്ത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവരെ കണ്ട് എന്തെങ്കിലും ബോധ്യപ്പെടുത്തുന്നത്. ഈ പഞ്ചായത്ത് കെട്ടിടം ഇതേപോലെ പണിതിട്ടിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ശ്രദ്ധ ചെലുത്താത്ത ഭരണസമിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിൽ ജനങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും വളരെയധികം പ്രതിഷേധമുള്ളതാണ്. ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ഓഫീസിലേക്ക് കയറി വരുന്നത്. ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടിൽ വ്യാപക പ്രതിഷേധമുണ്ടെന്നും നിവാസ് പറഞ്ഞു. 1ാം ഘട്ടത്തിൽ പൂർത്തീകരിച്ച കെട്ടിടത്തിൽ മൃഗാശുപത്രിയും കൃഷിഭവനും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ 2ാം ഘട്ടത്തിൽ പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ആക്രി സാധനങ്ങൾ സമാഹരിച്ച് സൂക്ഷിച്ചിരിക്കുകയാണെങ്കിൽ താഴെ നിലയിൽ കൃഷി വകുപ്പിന്റെ ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിനുള്ള മണ്ണിറക്കിയും കാർഷിക യന്ത്ര സാമഗ്രികൾ പാർക്ക് ചെയ്തും പൊതുജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ നൽകേണ്ട തെങ്ങിൻ തൈകൾ ഉൾപ്പെടെയുള്ളവ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ പഞ്ചായത്ത് പരിധിയിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ കോടികൾ വകയിരുത്തിയപ്പോൾ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി നയാ പൈസ മാറ്റിവെക്കാൻ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല. ഇച്ഛാശക്തിയുള്ള ഭരണ നേതൃത്വം ഇല്ലാഞ്ഞതാണ് ഒരു പതിറ്റാണ്ടിനിപ്പുറവും പഞ്ചായത്ത് കെട്ടിടം ഇതേ നിലയിൽ തുടരുന്നതിന് പിന്നിലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. CCTV ന്യൂസ് കേച്ചേരി. സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പന്നിത്തടം മാവേലി സ്റ്റോറിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചെറുമനങ്ങാടിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. PT സുരേന്ദ്രൻ, PK വിനയകുമാർ, MH നൌഷാദ്, PV പ്രസാദ്, PC ഗോപാലകൃഷ്ണൻ, സജീവ് ചാത്തനാഥ്, OS വാസുദേവൻ, TK സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. റഫീഖ് ഐനിക്കുന്നത്ത്, KU സണ്ണി, ആമിന സുലൈമാൻ, സിന്ധു മണികണ്ഠൻ, സലി വെള്ളർക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് PA ഹസൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ഏരിയ സെക്രട്ടറി VB രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AM പ്രകാശൻ, MA ഇസ്മായിൽ, സുലൈമാൻ എന്നിവർ സംസാരിച്ചു.
തൃശൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് മറ്റം മേഖലയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. മറ്റം BSNL ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഥ മറ്റം സെന്റർ ചുറ്റി സമാപിച്ചു. ഇടതുമുന്നണി നേതാക്കളായ C. അംബികേശൻ, ശിവൻ വാഗ, KS ദിലീപ് പൈനിത്തടം, ഷാരി ശിവൻ, KJ ബിജു, കബീർ മാസ്റ്റർ, ബിനോയ് കാക്കശ്ശേരി, VV തിലകൻ, റൻസൻ ഇമ്മട്ടി എന്നിവർ നേതൃത്വം നൽകി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ യജ്ഞത്തിന്റെ ഭാഗമായി എക്സൈസ് ബോധവൽക്കരണ വിഭാഗം മൊബൈൽ അവയർനെസ് യൂണിറ്റ് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ പ്രദർശനം നടത്തി. കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഷിഹാബുദ്ദീൻ പുലത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷ് P സ്വാഗതവും പ്രിവന്റീവ് ഓഫീസർ AC ജോസഫ് നന്ദിയും പറഞ്ഞു. പഴഞ്ഞ ഇരുവപ്പട്ടി ഗവൺമെന്റ് സ്കൂളിലെയും അൻസാർ സ്കൂളിലെയും വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അറിയിപ്പ്. കുന്നംകുളം നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് താലി ലഭിച്ചിട്ടുണ്ട്. ഉടമസ്ഥർ തക്കതായ തെളിവ് സഹിതം 89 43 500 230 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. നമ്പർ ആവർത്തിക്കാം: 89 43 500 230. ക്യാൻസർ രോഗികളായ 10ഓളം വരുന്ന രോഗികൾക്ക് ധനസഹായം നൽകി മാതൃകയായി പന്നിത്തടം അല്ലമിൻ ആശുപത്രി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന അല്ലമിൻ ചാരിറ്റി വിഭാഗം 2ാം തവണയാണ് ക്യാൻസർ രോഗികൾക്ക് ധനസഹായം നൽകുന്നത്. ആലത്തൂർ MP രമ്യ ഹരിദാസ് ധനസഹായ വിതരണം നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ സൈബു നിസ ഷറഫു അധ്യക്ഷത വഹിച്ചു. അല്ലമിൻ ചാരിറ്റി ചെയർമാൻ ഉസ്മാൻ ഹാജി, ഡോക്ടർ മുഹമ്മദ് റോഷൻ, പൊതുപ്രവർത്തകൻ ഷറഫു പന്നിത്തടം എന്നിവർ നേതൃത്വം നൽകി. കേരള NGO യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ സർഗകലാ കായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലയിൽ പര്യടനം നടത്തുന്ന കലാജാഥയ്ക്ക് പൂവത്തൂരിൽ സ്വീകരണം നൽകി. സംഘാടക സമിതി ചെയർമാൻ VG സുബ്രഹ്മണ്യൻ, PG സുബിദാസ്, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് RL സിന്ധു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VS ഗോകുൽദാസ്, യൂണിയൻ ചാവക്കാട് ഏരിയ പ്രസിഡന്റ് TP ഷദീദ് എന്നിവർ സംസാരിച്ചു. 15ൽ പരം കലാകാരന്മാർ അണിനിരന്ന സംഘം സമകാലീന സംഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നാടകവും സംഗീത ശില്പവും അവതരിപ്പിച്ചു. പാരാ ബോഡി ബിൽഡിംഗിൽ മിസ്റ്റർ തൃശൂരായി തിരഞ്ഞെടുക്കപ്പെട്ട മങ്ങാട് സുധാകരൻ സുജ ദമ്പതികളുടെ മകൻ ഹരികൃഷ്ണനെ മങ്ങാട് ഗ്രാമീണ വായനശാല ആദരിച്ചു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അർബുദം ബാധിച്ച് വലതുകാൽ നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തോട് പൊരുതിയാണ് ഹരികൃഷ്ണൻ പാരാ ബോഡി ബിൽഡിംഗിൽ വിജയിച്ചത്. മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഡെന്നിസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. വായനശാല നേതൃസമിതി കൺവീനർ PM സോമൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി മങ്ങാട് യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു ഭാരതിയൻ, KU ഹരിദാസ്, ബാലവേദി പ്രസിഡന്റ് TB സമൃദ്ധ തുടങ്ങിയവർ സംസാരിച്ചു. ചാരിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പുരാഘോഷത്തിന്റെ ഭാഗമായി കരിപ്പാലിസ് ന്യൂ ലൈറ്റ് കമ്മിറ്റിയുടെ വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നു. പടിഞ്ഞാറെ പള്ളിക്ക് സമീപം നടന്ന ചടങ്ങിൽ കല്ലത്തുവളപ്പിൽ മണി, കരിപ്പാലി രാജൻ, കരിപ്പാലി വിജയൻ, അമൃത ചന്ദ്രൻ, ലൈറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ശശി കരിപ്പാലി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് മുക്കൂട്ടം മുതൽ മെയിൻ റോഡ് സെന്റർ വരെയും അങ്ങാടി കല്ലുംപുറം റോഡ് മുതൽ അറക്കൽ സെന്റർ വരെയും റോഡിനിരുവശവും LED ദീപാലങ്കാരങ്ങൾ പ്രകാശിപ്പിച്ചു. പലയിടങ്ങളിൽ ദേവിമാരുടെ LED ചിത്രങ്ങളും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ പാതയിലെ മരങ്ങളിലും വിവിധ നിറത്തിലുള്ള ലൈറ്റുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. സ്വിച്ച് ഓൺ കർമ്മത്തിന്റെ ഭാഗമായി 2 മണിക്കൂർ നീണ്ടുനിന്ന പഞ്ചാരിമേളവും പാണ്ടിമേളവും അരങ്ങേറി. പൂരപ്പൊലിമയുടെ പ്രകാശം ചാലിശ്ശേരി അങ്ങാടിയിൽ പെരുന്നാൾ ആവേശത്തിന്റെ മറ്റൊരു മതസൗഹാർദ്ദ കാഴ്ചയായി. പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ദൂരം പാത രാത്രിയെ പകലാക്കി വെളിച്ചമേകുന്നത്. പൂരവാണിഭ ദിവസമായ വ്യാഴാഴ്ചയും പൂരദിവസം വെള്ളിയാഴ്ചയും ലൈറ്റുകൾ പ്രകാശിക്കും. പ്രസിഡന്റ് ശശി കരിപ്പാലി, ഷിജിത്ത് പടിഞ്ഞാറേമുക്ക് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. മുലയമ്പറമ്പത്തുകാവ് പുരാഘോഷത്തിന്റെ ഭാഗമായി അമ്പലമുക്ക് പുരാഘോഷ കമ്മിറ്റിയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വെങ്ങാട്ടൂർ മന വാസുദേവൻ നമ്പൂതിരിപ്പാട് ക്ഷേത്ര കോമരത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു. പൂരദിവസമായ വെള്ളിയാഴ്ച അമ്പലമുക്ക് പുരാഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ കിഴക്കൂട്ടനിയന്മാരുടെ പ്രമാണത്തിൽ 60ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന മേളം അരങ്ങേറും. കുന്നംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ ശാസ്ത്ര ദിനം ആചരിച്ചു. സ്കൂളിലെ ഭൗതിക ശാസ്ത്ര അധ്യാപിക ജ്യോതിലക്ഷ്മി ദേശീയ ശാസ്ത്ര ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ സോമൻ മാസ്റ്റർ അധ്യക്ഷനായി. അധ്യാപകരായ വനജ K മേനോൻ, PK സ്റ്റെല്ല, MS സന്ധ്യ, രശ്മി, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്രോപകരണങ്ങളുടെ പ്രദർശനവും പരീക്ഷണങ്ങളും നടന്നു.
വേലൂരിൽ കേരള സ്പോർട്സ് കൗൺസിലും യോഗ അസോസിയേഷൻ ഓഫ് കേരളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ യോഗ ക്ലാസ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ശോഭി ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AK ശശി യോഗാധ്യാപകൻ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പക്ഷികൾക്ക് ദാഹജലമൊരുക്കി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക മേഴ്സി മാത്യു അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് PM അലി ഉദ്ഘാടനം ചെയ്തു. JRC കൺവീനർ PK അബൂബക്കർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അധ്യാപകർ നേതൃത്വം നൽകി. തിരുവാളൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരവം 2024 ദ്വിദിന പഠനോത്സവം ആരംഭിച്ചു. വായനയ്ക്ക് പ്രാധാന്യം നൽകിയാൽ പഠന പ്രക്രിയ സുഗമമാകുമെന്നും പഠനം വായനയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രക്രിയയാണെന്നും കഥാകൃത്ത് ലത്തീഫ് മമ്മിയൂർ ആരവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. തിരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ അവരുടെ പാഠ്യപ്രവർത്തികൾ ചടങ്ങിൽ അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് ബിജു പള്ളിക്കര അധ്യക്ഷത വഹിച്ചു. PTA അംഗം സുധീർ, SRG കൺവീനർ സിമി എന്നിവർ ആശംസകൾ നേർന്നു. തൈക്കോണ്ട പരിശീലകൻ ബഷീർ താമരത്ത്, വിരമിക്കുന്ന സ്കൂൾ ബസ് ഡ്രൈവർ ബാലകൃഷ്ണൻ എന്നിവർക്ക് ഉപഹാരം സമ്മാനിച്ചു. പ്രധാന അധ്യാപിക KA ജിഷ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശ്രീരഞ്ജനി നന്ദിയും പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വൈവിധ്യ എക്സ്പോയ്ക്ക് തുടക്കമായി. ശാസ്ത്ര പ്രദർശനത്തിലെ സൂപ്പർ കാർ, സൂപ്പർ ബൈക്ക് പ്രദർശനങ്ങൾ ആവേശമായി. ബൈക്ക് പ്രേമികൾക്ക് പുതിയ അനുഭവം പ്രദാനം ചെയ്ത അഗ്നിചക്ര പ്രദർശനത്തിൽ സൂപ്പർ ബൈക്കുകളും സൂപ്പർ കാറുകളുമായ Audi R8, BMW F90 ബാഗ്, ടൊയോട്ടോ സെലിക്ക, നിസാൻ 350Z എന്നിവ പ്രദർശനത്തിനെത്തി. ലാൻഡ് ക്രൂയിസർ 1983 മോഡൽ വിന്റേജ് കാർ പ്രദർശനത്തിനെത്തിയത് കാണികൾക്ക് ആവേശം നൽകി. വൈവിധ്യന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജി CB, PTA പ്രസിഡന്റ് മനോജ് ചാലക്കൽ എന്നിവർ സംയുക്തമായി നിർവഹിച്ചു. യുവ എഞ്ചിനീയറിംഗ് മനസ്സുകളിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ താൽപര്യം സൃഷ്ടിക്കുന്നതിനായി ഡിപ്ലോമ, BTech, MTech, MCA വിദ്യാർത്ഥികൾക്കായി ആകർഷകമായ സമ്മാനങ്ങളുമായി നടത്തിയ വിദ്യാ പ്രൊജക്ട് എക്സ്പോയിൽ ആവിഷ്കാർ, ഐഡിയാത്തോൺ, എക്സ്പ്രൈമർ, പേപ്പർ അവതരണം എന്നിവയും മുഖ്യ ആകർഷണങ്ങളായി. നിർമ്മിത ബുദ്ധി പര്യവേക്ഷണം ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ എമ്മേഴ്സോ, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ റെസ്പാണ്ട്, സിവിൽ എഞ്ചിനീയറിംഗിന്റെ ദുരന്ത നിവാരണ സാങ്കേതിക വിദ്യകളും സുസ്ഥിരതയും പര്യവേക്ഷണം ചെയ്യുന്ന വാസ്തത്വ, വെബ് സീരീസിന്റെ ലോകവും ഉയർന്ന വോൾട്ടേജ് മാന്ത്രിക ആർക്കിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ ഇലക്സ്പയർ, സ്വയമേ ട്യൂൺ ചെയ്യപ്പെടുന്ന വണ്ടികളുടെ പ്രവർത്തന രീതികൾ മനസ്സിലാക്കാൻ ഇലക്ട്രോണിക് വിഭാഗമൊരുക്കിയ ഹർലിൻ ടോർക്ക് കൂടെ ഒന്നിച്ചതോടെ വൈവിധ്യ എഞ്ചിനീയറിംഗ് ഉത്സവമായി മാറി. ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തുന്ന ഇന്റർ കോളേജിയേറ്റ് ഡാൻസ് മത്സര വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകും. വിവിധ സാങ്കേതിക സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും നിന്നുമായി വിദ്യാർത്ഥികളും ശാസ്ത്ര താൽപര്യരും ഉൾപ്പെടെ 15,000-ലധികം പേർ പങ്കെടുക്കും. CCTV ന്യൂസ്, വേലൂർ. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കുന്നംകുളത്ത് വിതരണം ചെയ്തു. പഴയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച അരി വിതരണത്തിന്റെ ഉദ്ഘാടനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, എരുവപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ആദൂർ, മണ്ഡലം ഭാരവാഹികളായ സുമേഷ് കുട്ടൻ, രജീഷ് ഐനൂർ, മുരളി വെള്ളിത്തിരുത്തി, മഹേഷ് തിരുത്തിക്കാട്, BMS നേതാക്കളായ ബിജു കാവലക്കാട്, ബാബു മണ്ടകത്തിങ്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നിരവധി പേരാണ് രാവിലെ മുതൽ തന്നെ ഭാരത് അരി വാങ്ങുവാൻ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയത്. 700ഓളം പേർ അരി വാങ്ങി. ചാവക്കാട് തിരുവത്ര കുമാർ AUP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ സമാപനം വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് 2023-24 അധ്യയന വർഷത്തെ വിദ്യാലയത്തിലെ പ്രതിഭകൾക്കുള്ള അവാർഡ് ദാനവും KG വിഭാഗം കുട്ടികളുടെ കലാപരിപാടികളും നടക്കും. ചാവക്കാട് മുനിസിപ്പൽ വൈസ് ചെയർമാൻ KK മുബാറക് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ MR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. വൈകിട്ട് 4-ന് ആരംഭിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം സിനിമാ താരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്യും. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും പങ്കെടുക്കുന്ന ചടങ്ങിൽ വിദ്യാലയത്തിലെ കുട്ടികളുടെ നാടകം, പാവകളി, പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഉണ്ടാകും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സംഘടിപ്പിക്കുന്ന ശതോത്തര ജൂബിലിയുടെ സമാപന സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ MLA NK അക്ബർ അധ്യക്ഷത വഹിക്കും. തൃശൂർ MP TN പ്രതാപൻ മുഖ്യാതിഥിയാകും. ചാവക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, സംഗീത സംവിധായകൻ മോഹൻ സിത്താര തുടങ്ങിയവർ പങ്കെടുക്കും. വിരമിക്കുന്ന അധ്യാപകരായ സിൽവി KJ, നിശ CM എന്നിവർക്കുള്ള യാത്രയപ്പും വിദ്യാലയ മാനേജ്മെന്റ് കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രശസ്ത സംവിധായകൻ KR മോഹനന്റെ സ്മരണാർത്ഥമുള്ള അവാർഡ് ദാനവും വിദ്യാലയത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സുവനീറിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കുമെന്ന് സംഘാടക സമിതി കൺവീനറും പ്രധാന അധ്യാപികയുമായ KJ സിൽവി, വാർഡ് കൗൺസിലർ MR രാധാകൃഷ്ണൻ, സ്കൂൾ മാനേജർ പ്രതാപൻ, PTA പ്രസിഡന്റ് CA ജംഷീർ അലി, അധ്യാപകൻ ശ്രീവത്സൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്.
ചൂണ്ടൽ തായങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികളുടെ അവതരണത്തിന്റെ രണ്ടാം ദിനത്തിൽ തായങ്കാവ് ധ്വനി കലാവേദിയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തിരുവാതിര, ലളിതഗാനം, സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, കൈക്കുട്ടികളി തുടങ്ങിയ കലാപരിപാടികളാണ് അരങ്ങേറിയത്. ശൈലജ, സബിത, ബിനി, വിജി, ശുഭ, അശ്വതി, ഭാഗ്യലക്ഷ്മി, കീർത്തി, ലതിക, സീമ, പ്രസന്ന, ശ്യാമള എന്നിവരടങ്ങിയ സംഘമാണ് തിരുവാതിരക്കളിയും കൈക്കുട്ടിക്കളിക്കും നേതൃത്വം നൽകിയത്. കൂടാതെ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. മൂന്നാം ദിനത്തിൽ അരികന്നൂർ കൈക്കുട്ടിക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളിയും പയ്യൂർക്കാവ് ശ്രീദുർഗ തിരുവാതിരക്കളി സംഘത്തിന്റെയും തലക്കോട്ടുകര തത്വമസി മാതൃസമിതിയുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ പറവകൾക്കായുള്ള സ്നേഹ തണ്ണീർക്കുട 2024 പദ്ധതിയുടെ ബ്രോഷർ പ്രകാശനം പെരുമ്പിലാവിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് നിർവഹിച്ചു. വേനൽ ചൂടിൽ ദാഹിച്ചു വലയുന്ന പറവകൾക്കായി ഒരൽപ്പം ദാഹജലം നൽകാൻ പ്രേരണ നൽകുന്ന ലക്ഷ്യത്തോടുകൂടി പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മാർച്ച് 2 മുതൽ മെയ് 15 വരെയാണ് സ്നേഹ തണ്ണീർക്കുടം പദ്ധതി നടത്തുക. ഞമനങ്ങാട് ന്യൂ ALP സ്കൂളിലെ 75-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാ ദിനാഘോഷവും പുതിയ പാചകപ്പുരയുടെ തറക്കല്ലിടൽ ചടങ്ങും വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 4:30 സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങ് വടക്കേകാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ഉദ്ഘാടനം ചെയ്യും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5735 രൂപ, സ്വർണം പവന് 45,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 76 രൂപ. ചർമ്മം പാലയൂർ മോസ്കോ നഗറിൽ അത്തിക്കോട്ട് വാസു നിര്യാതനായി. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ശ്മശാനത്തിൽ. സരസ്വതി ഭാര്യയാണ്. പ്രദീപ്, മണി, സജി, ഷൈനി, ഓമന എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി ആലിക്കര കൊടവംപറമ്പിൽ വാസുദേവൻ മാസ്റ്റർ നിര്യാതനായി. 89 വയസ്സായിരുന്നു. പെരുമ്പിലാവ് ആൾത്തറ AMLP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകനായിരുന്നു പരേതൻ. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. റിട്ടയർഡ് അധ്യാപിക ലളിതയാണ് ഭാര്യ. പ്രകാശൻ, മണികണ്ഠൻ, ഭാഗ്യലക്ഷ്മി, സ്വർണകുമാരി എന്നിവർ മക്കളാണ്. വടക്കേക്കാട് കൗക്കാനപ്പെട്ടി താണിക്കൽ തോമസ് ഭാര്യ കൊച്ചന്നം നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം മാറ്റുപുറം സെന്റ് ആർണീസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. സണ്ണി, യാക്കോബ്, LC, അൽഫോൺസ, ജെയ്സൺ, ഫിലോമിന, റീന, ജെയ്സൺ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പശ്ചാത്തല വികസന മേഖലയിൽ കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായി എന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന റോഡിന്റെ ഉദ്ഘാടനവും കുന്നംകുളം മണ്ഡലത്തിലെ വിവിധ പൊതുമരാമത്ത് റോഡുകളുടെ ഉദ്ഘാടനവും മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രം ഏറ്റെടുക്കാനെത്തിയ മലബാർ ദേവസ്വം ബോർഡ് അധികൃതരെ ഭക്തർ തടഞ്ഞു. മാർച്ച് 11 സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിനുശേഷമേ തുടർ നടപടി പാടുള്ളൂ എന്ന ക്ഷേത്രം കമ്മിറ്റിയുടെ അഭ്യർത്ഥന മാനിച്ച് അധികൃതർ മടങ്ങി. ഗുരുവായൂർ ക്ഷേത്രോത്സവം കണ്ണന് നാളെ. രുദ്രതീർത്ഥക്കരയിൽ ആറാട്ട്. ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. മാലിന്യ സംസ്കരണ സമഗ്ര പഠനത്തിനായി കുന്നംകുളം കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ സജ്ജമാക്കിയ ഗ്രീൻ ടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനം മാർച്ച് 2 ശനിയാഴ്ച രാവിലെ 10:30 തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് അധികൃതരുടെ നിസ്സംഗതയോടെ സാക്ഷ്യപത്രമായി കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം. നിർമ്മാണം നിലച്ച് 1 പതിറ്റാണ്ട് പിന്നിട്ടുവെങ്കിലും പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ ഭരണാധികാരികൾ മുഖം തിരിക്കുന്നുവെന്ന ആക്ഷേപം. CCTV സ്പെഷ്യൽ സ്റ്റോറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബ് ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in. നമസ്കാരം.
ചിറമനേങ്ങാട് മടത്തിൽ ഞാലിൽ കുട്ടപ്പ ഭാര്യ ജാനകിയുടെ 10ാം ചരമവാർഷികം ആചരിച്ചു. പരേതയുടെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ.